ബാക്കിയുള്ള ഓരോ ടീമുകളും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഓരോ താരങ്ങളെയും ടീമിലെത്തിക്കാനുള്ള ശ്രമത്തിൽ മുഴുകിയിരിക്കുമ്പോൾ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഒരുക്കുന്നു KKRന്റെ ഡെം ടെനി പെയിൻറ്റ്സ്. വാവ്! ഇനി എല്ലാവരും പെയിൻറ്റ് പണിക്ക് പോയിട്ടുള്ള ക്യാഷ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു പുതിയ താരത്തെ സൈൻ ചെയ്യാം. എത്ര ഊക്ക് കൊടുത്തിട്ടും ട്രോൾ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. ബ്രാൻഡ് പാർട്ട്നേഴ്സിന് ഇങ്ങനെ കൂട്ടുക എന്നല്ലാതെ ഒരു സൈനിങ്ങോ അതല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ട ആരാധകർക്ക് വേണ്ട രീതിയിലുള്ള ഒരു സംതൃപ്തി നൽകുന്ന രീതിയിലുള്ള ഒരു കാര്യമോ ക്ലബിന് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എന്തായാലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഏറ്റവും താഴ്ന്ന തട്ടിലിരിക്കുന്ന ഈസ്റ്റ് ബംഗാൾ പോലും കിടിലൻ താരത്തെ വെൻസോലയിൽ നിന്ന് വരെ കളിക്കളത്തിലേക്ക് കൊണ്ടുവരുന്നു. സോ അടുത്ത സീസണിലേക്ക് വേണ്ടിയായിരിക്കും ഈ ഒരു സംഭവം അവർ തന്നെ നെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ 4-5 താരങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഇതുവരെയായിട്ട് ഇങ്ങോട്ടൊന്നും കിട്ടിയിട്ടില്ല. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പല DMFനെയും സൈൻ ചെയ്യുന്നൊക്കെ പറയുന്നു. ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഇങ്ങനെ കഴിഞ്ഞു പോവാറായി. ഇനി എന്നാണാവോ ഇവർ കൊണ്ടുവരിക? സോ ഇന്ന് ഒരു ഫ്രണ്ട്ലി മത്സരം നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫറൊക്കെ നടത്തി ഈ ഒരു ഫ്രണ്ട്ലി മത്സരത്തിലൊക്കെ ഒരു കളിക്കാരനെ കളിപ്പിച്ച് കഴിഞ്ഞാൽ അതൊരു ഉപകാരമാവൂലേ? അതല്ലെങ്കിൽ അവർക്കും കൂടെ ഒരു ചെറിയൊരു പിടുത്തം കിട്ടൂലേ ഇവിടെ ISL എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാനായിട്ട്. എന്തായാലും നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഏതൊക്കെ പൊസിഷനിൽ ആരൊക്കെ വേണമെന്നുള്ളൊരു കാര്യമാണ്. സോ ഇതിൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒരു ഗോൾ കീപ്പർ തന്നെയാണ്. ഇപ്പോൾ സച്ചിൻ ആയാലും നോറ ഫെർണാണ്ടസ് ആയാലും സോംകുമാർ ആയാലും ഇവരൊക്കെ സ്വാഭാവികം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടുള്ള ഗോൾ കീപ്പറായിട്ട് നിയമിക്കാനേ നമുക്കിപ്പോൾ സാധിക്കുകയുള്ളൂ. ഇതേ സ്ഥലത്തേക്ക് ഒരു ഫസ്റ്റ് ഗോൾ കീപ്പർ നമുക്ക് വേണം. ഇനി രണ്ടാമത്തെ നമ്മുടെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു റൈറ്റ് ബാക്കാണ്. ഇപ്പോൾ റൈറ്റ് ബാക്കിൽ ഉണ്ടായിരുന്ന നമ്മുടെ സന്ദീപ് സിംഗിനെ എങ്ങനെ വാഴ്ത്തപ്പെടണമെന്ന് നിങ്ങൾക്കറിയില്ല. കാരണം അത്രക്കും ബാഡ് പെർഫോമൻസ് ആണ് ഈ ഒരു സീസണിൽ സന്ദീപ് സിംഗ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് നമുക്ക് ഉണ്ടായിരുന്ന പ്രബീർ ദാസിനെ ലോണിൽ കൊടുത്തയക്കുകയും ചെയ്തു. അതെന്തിനാണെന്ന് പോയി മനസ്സിലായിട്ടില്ല. പ്രബീർ ദാസ് എന്തായാലും പോയത് നന്നായി. കാരണം ഇവിടെ ഇങ്ങനെ വെറുതെ ബെഞ്ചിലിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഈ ഒരു റൈറ്റ് ബാക്ക് പൊസിഷനിൽ നല്ലൊരു റൈറ്റ് ബാക്കിനെ നമുക്ക് വേണമെന്നുള്ളതാണ്. അത് ഈ അടുത്ത് കുറച്ച് റൂമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അമീർ റാണാവഡെ എന്ന് പറയുന്ന താരം വരുമെന്നുള്ളത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോഴും ഉറപ്പല്ല. കാരണം നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള ഒന്നും അനൗൺസോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ ഡിസ്കഷൻ നീട്ടി വെക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ സെൻറ്റർ ബാക്കിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് പ്രീതം കോട്ടാലിൻ്റെ ഒരു ഫുൾ വേർഷനെ ഇതുവരെയായിട്ട് ചില മത്സരങ്ങളിൽ മാത്രം കാണാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ മിലോസ് ഭയങ്കര വീക്കായിട്ട് വരുന്നുണ്ട്. പക്ഷേ എന്നാലും ഹോർമി പാമൊക്കെ ഉള്ളത് കൊണ്ട് ജസ്റ്റ് പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഞാൻ ഈ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ഒരാളെ വേണം എന്നുള്ളത് നിർബന്ധപൂർവ്വം ഞാൻ പറയുന്നില്ല. എന്നാലും ഇന്ത്യൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഉപകാരം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഏറ്റവും നിർബന്ധപൂർവ്വമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണം. അതുപോലെ തന്നെ സെൻറ്റർ മിഡ്ഫീൽഡർ റോൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണം എന്നുള്ളത്. ഇപ്പോൾ വിപിൻ ആയാലും ഫ്രെഡി ആയാലും അവർ നല്ല കളിക്കാരൊക്കെ തന്നെയാണ്. നല്ല എഫേർട്ട് ഇട്ട് കളിക്കുന്ന കളിക്കാരനാണ്. വിപിനൊക്കെ കിടിലം പോലത്തെ പ്ലെയറാണ്. അതിലൊന്നും നമുക്ക് ഒരു കാര്യവും പിന്നോട്ട് വെക്കാനില്ല. പക്ഷേ ഒരു എക്സ്പീരിയൻസ് കുറവ് 2 പേർക്കുണ്ട്. അതുപോലെ തന്നെ മുമ്പോട്ട് കൊടുക്കുന്ന പന്തുകൾ, നമ്മൾ അറ്റാക്കിംഗ് സൈഡിലേക്ക് കൊടുക്കുന്ന പന്തുകൾ ഇപ്പോഴും നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഫ്രെഡിയൊക്കെ വീണ്ടും പുറകോട്ട് കളിക്കുന്നതാണ്. ബട്ട് ഫ്രെഡിയൊക്കെ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് കളിക്കുന്നുണ്ട്. പക്ഷേ ഈ അറ്റാക്കിംഗ് സൈഡിലേക്ക് പന്ത് കൊടുക്കാനായിട്ട് നല്ലൊരു DMFO സെൻറ്റർ മിഡ്ഫീൽഡറോ നമുക്ക് വേണം. പ്രത്യേകിച്ചും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സെൻറ്റർ മിഡ്ഫീൽഡറിന് അതല്ലെങ്കിൽ ഒരു DMFനെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഉപകാരം ഉണ്ടാവും. ഇതിലും ചില റൂമേഴ്സ് വരുന്നുണ്ട്. അലക്സാൻഡ്രോ കൊയ്ഫ് എന്ന് പറയുന്ന താരം ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മളെ ടീമിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നുണ്ട്. അദ്ദേഹത്തെ ഒഴിവാക്കുന്നുണ്ട്. അതേ സ്ഥാനത്തേക്ക് മറ്റൊരു വിദേശ താരത്തെ കൊണ്ടുവരുന്നു എന്നുള്ള ഒരു ട്രാൻസ്ഫറും അതല്ലെങ്കിൽ ഒരു റൂമറും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെ വന്നാലും ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു താരത്തെ അവിടെ ആവശ്യമുണ്ട്. പിന്നെ ഈ ഡാനിഷ് ഫാറൂഖിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഡാനിഷിനെ വീണ്ടും ഇറക്കുന്നത് ആ ഒരു പൊസിഷനിൽ അവിടെ കളിക്കാനായിട്ട് നമുക്ക് വേറെ ആളില്ല. അവിടെ ബെഞ്ച് സ്ട്രെങ്തോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ വീണ്ടും ഡാനിഷിനെ തന്നെ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും മറ്റൊരാൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മിലോസ് ഓർ കൊയ്ഫ് എന്ന് പറയുന്നത്. ഈ ഒരു സ്ഥാനത്ത് നമ്മൾ ആരെ റീപ്ലേസിങ് കൊണ്ടുവരും അതല്ലെങ്കിൽ ആരെ മാറ്റിയിട്ട് മറ്റൊരാളെ കൊണ്ടുവരും എന്നുള്ള ചോദ്യത്തിന് ഞാൻ പറയാം കൊയ്ഫിനെ നമുക്ക് ഒഴിവാക്കിയിട്ട് അതായിരിക്കും നമുക്ക് ആവശ്യമെന്ന് പറയുന്നു. ഇപ്പോൾ മിലോസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ടോപ്പൊക്കെയാണ് ആൾ. വലിയ രീതിക്ക് വലിയ ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഉണ്ടാക്കണില്ലെങ്കിലും ആൾ കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കുന്നുണ്ട്. പക്ഷേ കൊയ്ഫിന് നമുക്ക് സ്ഥാനം പോലും കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ അതിലേറെ കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഒരു DMFനെ കിട്ടി
കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ഉപകാരമായി തീർന്നേനെ എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് കൊയ്ഫ് ഒരു ബാഡ് പൊസിഷനാണ്, അതല്ലെങ്കിൽ ബാഡ് കളിക്കാരനാണ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇനി ഇതുപോലെ തന്നെയാണ് ഈ ഒരു വിങ്ങറുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ വിങ് സൈഡിൽ നമുക്ക് കളിക്കുമ്പോൾ അവിടെ നോഹ സദോയി, ഇവിടെ കോറോസിങ്ങും ആണ് ഉള്ളത്, ഐമനും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു ബെഞ്ച് സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് ഒരാളില്ല എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ അമാവിയെ ഇറങ്ങിക്കഴിഞ്ഞാലും അവിടേക്ക് നമ്മൾ നോഹ സദോയിയെ പിൻവലിച്ചിട്ടാണ് അമാവിയയെ കൊണ്ടുവരുന്നത്. ബട്ട് സ്റ്റിൽ എന്നാലും ഒരു ബെഞ്ച് സ്ട്രെങ്ത്തിൻ്റെ കുറവ് കേരള ബ്ലാസ്റ്റേഴ്സിന് കാണുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി രാഹുൽ KP കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പോയി. അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് ഒരാളുടെ കടന്നുവരവ് അത്യാവശ്യമാണ്. 4 താരങ്ങളെ ഇതുവരെയായിട്ട് നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്, പക്ഷേ ഒറ്റ താരങ്ങളെപ്പോലും ഇതുവരെയായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ്. ബട്ട് സ്റ്റിൽ ഇനിയും വരാനുണ്ട് എന്നുള്ള ഓരോ റിപ്പോർട്ടുകളും മാർക്കസ് മെർഗുലാവോ പോലെയുള്ള IFT ന്യൂസുകൾ പോലെയുള്ള ഓരോ ന്യൂസുകളിൽ നിന്ന് നമുക്ക് കേൾക്കുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ പെയിൻറ്റും ചിപ്സും ഷോഡയൊക്കെ വിറ്റ് കിട്ടുന്ന കാശിന്ന് ആരെങ്കിലും ഒരാൾ ഒരു പ്ലെയറിനെ കൊണ്ടുവന്ന നല്ല രീതിയിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടാം. അതിലേക്കും ബൈ.